കാളി സങ്കല്പം ആണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്, കണ്ണകിയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ശരിക്കും ആരാണ് കൊടുങ്ങല്ലൂർ അമ്മ? യഥാർത്ഥത്തിൽ ഇതൊന്നും അല്ലാന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇവിടുത്തെ ദേവതാ സങ്കല്പം എന്ന് പറയുന്നത് സാക്ഷാൽ ആദിപരാശക്തിയാണ്. കേരളത്തിൽ ഇങ്ങനെയുള്ള 13 ക്ഷേത്രങ്ങളിലാണുള്ളത് ഗുരുവിത്ത് വിധാനത്തിലുള്ളത്. ഈ 13 ക്ഷേത്രങ്ങളിലും വെച്ച് ഏറ്റവും ശക്തികേന്ദ്രമായിട്ടുള്ള ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം. ഇപ്പോൾ 8 കൈകളോടുകൂടി വലതുകാലം മടക്കിയിരിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ വരുന്നത്. എന്നുവെച്ചാൽ ആ പ്രതിഷ്ഠാ സമയത്ത് ആ തന്ത്രി എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, ആ ഒരു ദേവതാ സങ്കല്പമാണ് അവിടെ വരുന്നത്. അപ്പൊ ഈ ഗുരുവിത്ത് വിധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ കിഴക്ക് ഭാഗത്തു കൂടെയാണ് അകത്തേക്കുള്ള പ്രവേശനം. ശ്രീവിദ്യാ സമ്പ്രദായത്തിൽപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം അങ്ങനെ ഒരു ഭൈരവൻ ഉണ്ടാവും. ഇവിടെ ഇത് വടുക ഭൈരവനാണ് ശരിക്കും, ബാലഭൈരവൻ. അത് ഈ ശ്രീചക്രമുള്ള പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ അഷ്ടമാതൃക്കളുടെ സങ്കല്പം ഉണ്ടെങ്കിൽ 8ാമത്തെ മഹാലക്ഷ്മിയാണെന്നും അല്ലാത്ത ക്ഷേത്രങ്ങളിൽ 8ാമത്തെ നാരസിംഹിയാണെന്നൊക്കെയുള്ള ഒരു സങ്കല്പം പ്രമാണമൊക്കെ ഉണ്ട്. ഇനി നമ്മൾ അമ്മയ്ക്ക് പ്രിയപ്പെട്ട വഴിപാടുകൾ എന്തൊക്കെയാണ്? ഇത് പ്രധാനമായിട്ട് പുഷ്പാഞ്ജലിയുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാട് എന്ന് പറഞ്ഞാൽ ഒന്ന് തണ്ണീരാമൃതം, അപ്പം വഴിപാട് അത്താഴപൂജയ്ക്ക്. അല്ല, ഇത് കണ്ണകിയുടെ ക്ഷേത്രം അല്ല, ഇവിടുത്തെ ദേവി ചൈതന്യത്തിനെ ആവാഹിച്ച് ഈ കൊടുങ്ങല്ലൂർ അമ്മയിൽ ലയിപ്പിച്ചു എന്നുള്ളതാണ്. നമസ്തേ. ഭക്തിയുടെയും ആചാരങ്ങളുടെയും മുറത്തെറ്റാത്ത പാരമ്പര്യമുള്ള കൊടുങ്ങല്ലൂർ അമ്മയെ കുറിച്ചാണ് ഇന്ന് അറിയാൻ പോകുന്നത്. അമ്മയെ കുറിച്ച് പറഞ്ഞു തരാൻ ഇന്ന് എനിക്കൊപ്പം ഉള്ളത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ മേൽശാന്തിയായ അഡ്വക്കേറ്റ് എം ത്രിവിക്രമൻ അടികളാണ്. നമസ്തേ. നമസ്തേ. കൊടുങ്ങല്ലൂർ അമ്മയെ കുറിച്ച് പറയുമ്പോൾ കാളി സങ്കല്പം ആണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്, കണ്ണകിയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ശരിക്കും ആരാണ് കൊടുങ്ങല്ലൂർ അമ്മ എന്നുള്ള ഒരു ചിന്ത പലർക്കും ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. കൊടുങ്ങല്ലൂർ ഭഗവതിയെ സംബന്ധിച്ചിടത്തോളം പൊതുവിലുള്ള ഒരു ധാരണ കാളി എന്നുള്ളതും പിന്നെ ഒരു വിഭാഗക്കാര് അല്ലെ പ്രത്യേകിച്ച് തമിഴിയൻസൊക്കെ അറിയുന്നതും കണ്ണകിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ദേവതാ സങ്കല്പമൊക്കെയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊന്നും അല്ല എന്നാണ് ഞാൻ പറയാം. കാരണം ഇവിടുത്തെ ദേവതാ സങ്കല്പം എന്ന് പറയുന്നത് സാക്ഷാൽ ആദിപരാശക്തിയാണ്. ത്രിമൂർത്തികൾക്ക് മുന്നേ ഉള്ള ദേവത, 84 ലക്ഷം ജീവരാശികളുടെയും അമ്മയായിട്ട് വിരാജിക്കുന്ന ആ ദേവിയാണ് കൊടുങ്ങല്ലൂർ അമ്മ എന്ന് പറയുന്നത്. ഇവിടെ തന്ത്രശാസ്ത്രത്തിൽ അത്യപൂർവമായിട്ട് പ്രതിപാദിക്കപ്പെടുന്ന രുരുജിത്ത് വിധാനം എന്നുള്ള ക്രമത്തിലുള്ള ഒരു ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ. അതായത് ശിവൻ കിഴക്കോട്ട്, സപ്തമാതുക്കൾ വടക്കോട്ടോ പടിഞ്ഞാട്ടോ ദിശയായിട്ട് ഇരിക്കുന്ന ആ ഒരു ക്ഷേത്ര സമുച്ചയമാണ് ഈ രുരുജിത്ത് വിധാനം എന്ന് പറയുന്നത്. എന്നാൽ ഇതിലാകട്ടെ ഈ സപ്തമാതൃക്കൾക്ക് ഏൽപ്പെട്ട ഏതെങ്കിലും ഒരു ദേവതയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു നിത്യപൂജാ വിധാനമാണ്. മാസത്തിലൊരിക്കലുള്ള പർവ്വപൂജ, അത് ശുദ്ധ ശ്രീവിദ്യാ സമ്പ്രദായത്തിലും, പിന്നെ വർഷത്തിലൊരിക്കലുള്ള അതിവിശേഷമായിട്ടുള്ള പൂജകൾ, അത് ശുദ്ധ ശ്രീവിദ്യാ സമ്പ്രദായത്തിലുള്ള പൂജകളാണ്. ഈ ശ്രീവിദ്യാ സമ്പ്രദായത്തിലുള്ള പൂജകളിലൂടെ നമ്മൾ ആരാധിക്കുന്നത് സാക്ഷാൽ ത്രിപുരസുന്ദരി ഭാവത്തിലുള്ള ദേവതയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ദേവതാ സങ്കല്പമാണ് ഇവിടെയുള്ളത്. ഇപ്പൊ നമ്മള് പൊതുവെ ഒരു ക്ഷേത്രത്തിൽ ചെന്നിട്ട് പുറത്തുനിന്ന് നടയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അവിടുത്തെ പ്രധാന ദേവത ആരാണോ അവരെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷെ നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് ശിവഭഗവാനെയാണ് കാണാൻ സാധിക്കുന്നത്. ഉള്ളിലേക്ക് എത്തുമ്പോഴാണ് അമ്മയെ കാണാൻ സാധിക്കുന്നത്. അത് ഈ രുരജിത്ത് വിധാനത്തിന്റെ പ്രത്യേകതയാണോ? അത് ഈ രുരജിത്ത് വിധാനത്തിലുള്ള ഒരു പ്രത്യേകതയാണ്. സാധാരണ ഒരു ക്ഷേത്ര സമുച്ചയത്തിലെ പ്രധാനപ്പെട്ട ഒരു ആ ദേവതയ്ക്ക് ഇൻഡിപെൻഡന്റ് ഒറ്റപ്പെട്ടുള്ള ശ്രീകോവിലുണ്ടെങ്കിൽ ആ ദേവതയെ കുറിച്ചാണ് ആ ക്ഷേത്രം അറിയപ്പെടുക. പക്ഷെ ഇവിടെ ഈ കേരളത്തിൽ ഇങ്ങനെയുള്ള 13 ക്ഷേത്രങ്ങളിലാണുള്ളത് രുരജിത്ത് വിധാനത്തിലുള്ളത്. ഇവിടെയൊക്കെ ശിവന് ഒറ്റപ്പെട്ടുള്ള ശ്രീകോവിലുകളൊക്കെ ഉണ്ട്. പക്ഷെ ആ ശിവന്റെ പേരിലല്ല ക്ഷേത്രം മുഴുവൻ അറിയപ്പെടുന്നത്. അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ സപ്തമാതൃകൾപ്പെട്ട് ആരാധിക്കുന്ന ഏതെങ്കിലും ഒരു ദേവതയുടെ പേരിലാണ് ആ ക്ഷേത്രം അറിയപ്പെടുന്നത്. അത് ഈ രുരജിത്ത് വിധാനത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇത് ഇവിടെയാകട്ടെ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം ഉള്ള വ്യത്യസ്തമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെയാണ് ഈ ക്ഷേത്രങ്ങളിൽ, ഈ 13 ക്ഷേത്രങ്ങളിലും കാണാൻ കഴിയുന്നത്. ഈ 13 ക്ഷേത്രങ്ങളിലും വെച്ച് ഏറ്റവും ശക്തികേന്ദ്രമായിട്ടുള്ള ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം. ഇപ്പോൾ 8 കൈകളോടുകൂടി വലതുകാലം മടക്കിയിരിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ വരുന്നത്. എന്തൊക്കെയാണ് ഈ പ്രതിഷ്ഠയുടെ പ്രത്യേകതകള്? ഇത് മുഴുവൻ അതിൻ്റെ ധ്യാന ശ്ലോകം ഇവിടെ സദ്യശങ്കര സംഗതായം തുടങ്ങുന്ന ധ്യാന ശ്ലോകം ആണ് ഉള്ളത്. അതിൽ 8 കൈകളിലുള്ള എന്താ പറയുക
ആയുധങ്ങളും ഓരോന്നിനെ പ്രതീതീകരിക്കുന്ന ഒരു ഇത് തന്നെയാണ്. അപ്പം ഇവിടെ ഇപ്പോൾ നിത്യപൂജാ വിധാനത്തിൽ വരുന്നത് ചാമുണ്ടയ്ക്കാണ്. പൊതുവേ നമ്മൾ ഒരു ക്ഷേത്രത്തിൽ കാണുമ്പോൾ ആ ഒരു ക്ഷേത്രത്തിൽ കാണുന്ന വിഗ്രഹത്തിൻ്റെ രൂപത്തിലുള്ളതായിരിക്കൊള്ളണം എന്നില്ല അവിടുത്തെ പൂജാവിധാനങ്ങൾ. സാധാരണ ചിലപ്പോൾ ചില ക്ഷേത്രങ്ങൾ കാണാൻ വലിയ വാൽക്കണ്ണാടി മാത്രമായിരിക്കും. അപ്പോൾ അതിൽ പല ഭാവങ്ങളിലാവും ഉണ്ടായിരിക്കുക. എന്നുവെച്ചാൽ ആ പ്രതിഷ്ഠാ സമയത്ത് തന്ത്രി എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ഒരു ദേവതാ സങ്കല്പമാണ് അവിടെ വരുന്നത്. അപ്പം ഇവിടെ കാണുന്നത് നമ്മൾ സാധാരണ കാണുന്ന നേരെ കാണുന്ന ഭക്തന്മാർക്ക് ദർശിക്കാൻ കഴിയുന്ന ആ വിഗ്രഹം അത് ദേവിയുടെ ദാരുബിംബമാണത് ഉള്ളത്. ഇതിന് ഈ രൂപം എന്തിനുള്ള ചില സാധാരണക്കാരെ ഇപ്പം നമ്മളെ പോലുള്ള സാധാരണക്കാർക്കൊക്കെ രൂപം കണ്ട് ആരാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ഇവിടെ ആ സീക്രട്ട് ചേംബർ എന്ന് പറയുന്നതിനകത്ത് 2 ശ്രീചക്രം ഉള്ളതാണ്. ആദ്യം പരശുരാമൻ പ്രതിഷ്ഠിച്ചത്. അതായത് കേരളത്തിനെ ദുർബോധങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പരശുരാമൻ 4 അംബികാ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു എന്നുള്ളതൊക്കെയാണ് ഐതിഹ്യം. വടക്ക് കൊല്ലൂരിൽ മൂകാംബിക, തെക്ക് കന്യാകുമാരിയിൽ ബാലാംബിക, കിഴക്ക് പാലക്കാട് കൈപ്പത്തി ക്ഷേത്രം, കരിമലയിൽ ഹേമാംബിക ക്ഷേത്രവും പടിഞ്ഞാറ് ലോകാംബിക ക്ഷേത്രവുമാണ്. ആ ലോകാംബിക ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ പരശുരാമൻ ഒരു ശ്രീചക്രം സ്ഥാപിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പം അന്നുണ്ടായിരുന്ന ആരാധനാക്രമങ്ങളെല്ലാം തന്നെ പരശുരാമ കൽപ്പസൂത്രത്തിന് ആധാരമാക്കിയിട്ടുള്ള ആ കവള സമ്പ്രദായത്തിലുള്ള ആരാധന സമ്പ്രദായങ്ങളായിരുന്നു. പിന്നീടത് ശങ്കരാചാര്യ ദേശസഞ്ചാരത്തിനിടയ്ക്ക് കൊടുങ്ങല്ലൂരെത്തുകയും ഇവിടെ വന്നിരുന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് അനുഭവപ്പെട്ട ഒരു അഭൗമ തേജസ് അതെന്താണെന്നുള്ളത് അദ്ദേഹം അവിടെ ആൽത്തറയിൽ ഇരുന്നിട്ട് ധ്യാനിച്ചു നോക്കിയപ്പോൾ അത് സാക്ഷാൽ പരാശക്തിയുടെ ചൈതന്യമാണെന്ന് അദ്ദേഹത്തിന് വെളിവായി. അങ്ങനെ അദ്ദേഹം കൊണ്ടു നടക്കാറുള്ള എപ്പോഴും ആരാധിക്കാൻ കൊണ്ടു നടക്കാതെ മേരു ചക്രത്തിലേക്ക് ആ ചൈതന്യത്തിനെ ആവാഹിച്ച് ആ മേരുവും അവിടെ പ്രതിഷ്ഠിക്കലുണ്ടായി. അതിനുശേഷം ഈ കവള സമ്പ്രദായത്തിലുള്ള ആചാരങ്ങളെല്ലാം ഇത് സമയവിദ്യയിലേക്ക് ചിട്ടപ്പെടുത്തി എന്നുള്ളതാണ്. ആ പാരമ്പര്യത്തിൽപ്പെട്ടുള്ള അദ്ദേഹം ചിട്ടപ്പെടുത്തിയിട്ടുള്ള പൂജാവിധാനങ്ങളാണ് ഇപ്പോൾ ഇന്നും നമ്മളത് ഫോളോ ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ നമ്മുടെ തന്നെ ഒരു പൂർവികർ, അതായത് ഇവിടെ അടികൾമാരുടെ പരമ്പര എന്ന് പറയുന്നത് ഏകദേശം ഒരു 1100 വർഷത്തെ ലീനേജാണ് പറയുന്നത്. അപ്പോൾ ഏകദേശം ഒരു 1100 വർഷം മുമ്പേ ഒരു നാരായണടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ അന്നത്തെ ഒരു ഒരു വലിയൊരു ഉപാസകനായിരുന്നു. അദ്ദേഹം കുറച്ചും കൂടി ഒന്ന് ക്രോഡീകരിച്ചിട്ടുള്ള പൂജാവിധാനങ്ങളാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ട് പോരുന്നത്. ബഹുബേര വിധാനത്തിലുള്ള പൂജാക്രമങ്ങളാണെന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് ഈ ബഹുബേര വിധാനം എന്ന് പറയുന്നത്? ബഹുബേരക്രമം അതായത് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മൂലവിഗ്രഹത്തിൽ നേരിട്ട് അർച്ചനകളും അഭിഷേകങ്ങളും അഭിഷേകാദി പൂജകളും ചെയ്യാതെ അതിൻ്റെ മുന്നിലെ ഒരു അർച്ചനാബിംബം വെച്ച് അപ്പോൾ മൂലസ്ഥാനത്ത് നിന്ന് ആ ചൈതന്യത്തിനെ ഈ അർച്ചനാബിംബത്തിലേക്ക് മുമ്പിൽ കാണുന്ന പീഠത്തിലേക്ക് ആവാഹിച്ച് പൂജകളെല്ലാം ചെയ്ത് തിരിച്ച് പൂജകൾ കഴിഞ്ഞാൽ യഥാസ്ഥാനത്തേക്ക് ആ ചൈതന്യത്തിന് ഉദ്ദേശിക്കുന്ന ക്രമമാണ്. അതാണ് ഇപ്പോൾ ഈ ബഹുബേര ക്രമം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്ന സവിശേഷതകൾ എന്തൊക്കെയാണ്? സവിശേഷതകളാണ് ഒന്നിപ്പോൾ ഇവിടെ ഇപ്പം ദാരുബിംബമാണ് ഒന്നുള്ളത്, മരത്തിൻ്റെ വിഗ്രഹം. അപ്പം അതിലേക്ക് ദിവസവും അഭിഷേകം കാര്യങ്ങളായി ആവുമ്പോൾ ആ എന്താ പറയുക മരത്തിൻ്റെ വിഗ്രഹത്തിന് കേടുപാടുകൾ സംഭവിക്കാം എന്നുള്ളതുകൊണ്ടൊക്കെ തന്നെയാണ് ഗണപതിയിലേക്ക് ഗണപതി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇത്തരം ക്ഷേത്രങ്ങളിലൊന്ന് ആദ്യം നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നതിന് കിഴക്കേ നടയിലൂടെ വേണമെന്നുള്ളതാണ് ഒരു പ്രമാണം. കിഴക്കേ നടയിലൂടെ പ്രവേശിച്ച് ആദ്യം ശിവനൊന്ന് കണ്ട് പിന്നെ അങ്ങനെ പ്രദർശനം വെച്ച് ഗണപതിയെ കണ്ട് തൊഴുത് അതിനുശേഷം സപ്തമാതൃക്കളെയും കണ്ട് പിന്നീട് ദേവിയെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് വീണ്ടും ശിവനെ കണ്ട് പ്രാർത്ഥിച്ച് പുറത്ത് വന്ന് ക്ഷേത്രപാലകനെ ഉള്ളിൽ കയറി തൊഴുത് പ്രാർത്ഥിച്ച് അങ്ങനെ പുറത്ത് ദർശമിക്കുക അങ്ങനെയുള്ള ഒരു ക്രമമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ രുരീത്ത് വിധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ കിഴക്ക് ഭാഗത്തു കൂടെയാണ് അകത്തേക്കുള്ള പ്രവേശനം. ഇവിടെയുള്ള ഗണപതി എന്ന് പറയുന്നത് വലംബിരി ഗണപതിയാണ്, വലത്തോട്ടുള്ള ഗണപതി. ആ ഗണപതിരാവ് സങ്കല്പം അതായത് ശ്രീവിദ്യയിൽ വരുന്ന മഹാസിദ്ധ ഗണപതിയാണ് അത്. പിന്നെ ഇവിടെ സപ്തമാതൃക്കളല്ല, ശരിക്കും പറഞ്ഞാൽ അഷ്ടമാതൃക്കൾ തന്നെ ഉണ്ട്. അപ്പോൾ അതിനോട് കൂടിയിട്ട് വീരഭദ്രനും ഗണപതിയുണ്ട്. അപ്പോൾ ഇവിടെ ഈ അഷ്ടമാതൃക്കളിൽപ്പെട്ട 8ാമത്തെ ഇത് ഒരു സങ്കല്പം മാത്രമേ ഉള്ളൂ, അത് കാണുന്നില്ല, വിസിബിൾ അല്ല. അത് ഈ ശ്രീചക്രമുള്ള പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ അഷ്ടമാതൃക്കളുടെ സങ്കല്പം ഉണ്ടെങ്കിൽ 8ാമത്തെ മഹാലക്ഷ്മിയാണെന്നും അല്ലാത്ത ക്ഷേത്രങ്ങളിൽ 8ാമത്തെ നാരസിംഹിയാണ് എന്നൊക്കെയുള്ള ഒരു സങ്കല്പം പ്രമാണമൊക്കെ ഉണ്ട്. പിന്നെ മറ്റു ക്ഷേത്രങ്ങളൊന്നും കാണാത്തൊരു ഇത്, അതായത് ശിവൻ്റെ കിഴക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്കേ മൂലക്കലായിട്ട് ഒരു ചെറിയൊരു വിഗ്രഹമുണ്ട് അവിടെ, ചണ്ഡേശ്വരനാണ്. അതായത്
ആ, ശിവന്റെ നിർമ്മാല്യധാരിയായിട്ടുള്ള ഒരു വിഗ്രഹം അവിടെ കാണും. ഇത് വേറെ ഈ രുരീത് വിധാനത്തിൽപ്പെട്ട മറ്റ് ബാക്കി ക്ഷേത്രങ്ങളിൽ ഇല്ലാത്തൊരു പ്രത്യേകതയും കൂടിയിട്ടാണ് അത്. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മുടെ ഈ തവിട്ടുമുത്തര ഇത്. ആ. തവിട്ടുമുത്തരയും ഇതും ശരിക്കും ഭഗവതര സങ്കല്പം തന്നെയാണ്. അത് പൊതുവിൽ ശരിക്കും പണ്ടൊക്കെ ഈ എന്താ പറയുക, എല്ലാവർക്കും ക്ഷേത്രപ്രവേശനം ഉണ്ടായിരുന്ന ഇല്ലാത്തൊരു അവസ്ഥ കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തും എല്ലാവർക്കും മറ്റുള്ള ഗോത്ര വർഗത്തിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ദേവിയെ ആരാധിക്കാനുള്ള ഒരു ഉപാധിയായിരുന്നു അത് പുറത്തുള്ളത്. തവിട്ടുമുത്തി എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നു. അപ്പോൾ ആ തവിട്ടുമുത്തിക്ക് തവിട് അഭിഷേകം ചെയ്യുന്നത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഭേദാക്കുന്നു എന്നുള്ളൊരു സങ്കല്പത്തിലൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയാണ് ആ വഴിപാടുകളൊക്കെ അവിടെ നടക്കുന്നത്. മറ്റൊരു നടയില് വസൂരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ആ അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ഈ മഞ്ഞൾപ്പൊടി? അതെ അതെ. ദാരികന്റെ പത്നി മനോദരി ബ്രഹ്മാവിനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി എന്നുള്ളതും അങ്ങനെ വരം വാങ്ങിയിട്ടുള്ള കഥയ്ക്കാണ് പറയുന്നത്. അപ്പോൾ ആ വിയർപ്പ് തുള്ളികൾ ആരുടെ മേത്ത് കൊടുന്നു വെച്ചാലും ശരി, അവർക്ക് അസുഖം വരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ ദേവി ദാരികവധം കഴിഞ്ഞ് വരുന്ന സമയത്ത് മനോദരി അങ്ങനെ പ്രയോഗിച്ചു എന്നുള്ളതും, അപ്പോൾ ദേവി വസൂരി ബാധിച്ചാക തീരെ ആവശ്യമായിട്ട് അവിടെ കിടന്നു എന്നുള്ളതൊക്കെയാണ് ഒരു സങ്കല്പം പറയുന്നത്. അപ്പോൾ ഇതറിഞ്ഞ സമയത്ത് ശിവന്റെ കണ്ടത്തുനിന്ന് ഉത്ഭവിച്ച് ചെവിയിൽ കൂടെ പുറത്തു വന്നൊരു മൂർത്തി, ഘണ്ടാകർൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരിത്, ആ ഒരു ദേവതാ സങ്കല്പം അത് വന്നിട്ട് ഈ വസൂരിയൊക്കെ നക്കി തുടച്ച് എടുത്തു എന്നുള്ളതൊക്കെയാണ് ഒരു സങ്കല്പമുള്ളത്. അപ്പോൾ ആ ഭാവത്തിലുള്ള ദേവിയുടെ ഇതാണ് അവിടെ ശരിക്കും വസൂരിമാലിൻ്റെ അവിടെ ഉള്ളത്. ഇപ്പൊ നമ്മൾ നേരത്തെ ക്ഷേത്രപാലകനെ കുറിച്ചിട്ട് പറഞ്ഞു. വലിയ വിഗ്രഹമാണ്. നമ്മള് ശ്രീകോവിലേക്ക് നോക്കുമ്പോ നമുക്ക് മുഴുവനായിട്ട് ആ വിഗ്രഹം കാണാൻ സാധിക്കില്ല. അപ്പൊ അവിടെ തൊഴേണ്ട ഒരു രീതി ഉണ്ടോ? അവിടെ തൊഴേണ്ട രീതി എന്ന് വെച്ചാൽ അവിടെ നമ്മള് ഒന്ന് അകത്ത് പൂജകളും പ്രദർശനം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പുറത്ത് വന്നിട്ട് നമ്മൾ ക്ഷേത്രപാലകനെ തൊഴുത് ആവുമ്പോൾ മാത്രമാണ് നമ്മുടെ ആ ദർശനത്തിൻ്റെ പൂർണ്ണത അവിടെ വരുന്നുള്ളൂ. കാരണം അവിടുന്ന് ദേവി ഇപ്പൊ ഒരു രാജാവ് അനുഗ്രഹം തരികയാണ് പ്രജയ്ക്ക് കൊടുക്കുകയാണെന്ന് വെച്ചാൽ അത് കൊടുക്കേണ്ട ആള് രാജാവ് കൽപ്പിക്കും, അത് കൊടുക്കേണ്ട ആൾ വേറെയാണ്. അപ്പോൾ രാജാവ് കൽപ്പിച്ചാലും നമ്മളത് പോയിട്ട് വാങ്ങിക്കണ്ടേ, എന്നാലേ നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ദേവിയോടൊക്കെ പ്രാർത്ഥിച്ചു വന്നാലും ശരി, പൂർണ്ണ അനുഗ്രഹം കിട്ടണമെങ്കിൽ അവിടുന്ന് വേണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ ക്ഷേത്രപാലകൻ എന്ന് പറയുന്നത് പലരും വീരഭദ്രനൊക്കെ ആയിട്ട് ഒക്കെ സങ്കല്പിച്ച് വരുന്നുണ്ട്. എന്നാൽ അങ്ങനെയല്ല. അത് ഈ ശ്രീവിദ്യാസമ്പ്രദായത്തിലുള്ള ക്ഷേത്രങ്ങളിലെല്ലാം, അതായത് രുരീത് വിധാനത്തിൽപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം ഈ ഒരു ക്ഷേത്രപാലകൻ്റെ ഒരു സങ്കല്പമുണ്ട്. അപ്പോൾ ക്ഷേത്രപാലകൻ്റെ ഒരു ഐതിഹ്യം പറയുന്നത്, ദാരികവധം കഴിഞ്ഞ് വരുന്ന സമയത്ത് ദേവി മുന്നിൽ കാണുന്നതെല്ലാം സംഹരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് എല്ലാം നശിപ്പിച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ ശിവൻ ഒരു പൈതലായിട്ട് അവിടെ കിടന്നു, മലന്ന് കിടന്ന് കയ്യും കാലിട്ട് അടിക്കുന്ന പൈതലായിട്ട് കിടന്നു. അപ്പം അത് കണ്ടപ്പോൾ ദേവിയെ കുട്ടിയെ എടുത്ത് മടിയിലെത്തി താലോലിക്കുകയും ദേവിയുടെ മാതൃഭാവം ഉണർന്നു എന്നുള്ളതൊക്കെയാണ് സങ്കല്പം. ആ ദേവനാണ് പിന്നെ ക്ഷേത്രപാലകൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ സംരക്ഷണം, സറൗണ്ടിങ്സും രക്ഷിക്കാൻ സംരക്ഷണമാണ് ആ ഒരു ചുമതലത്. പക്ഷേ യഥാർത്ഥത്തിൽ അത് നമ്മുടെ ഭൈരവ സങ്കല്പമാണ് ശരിക്കത്. അതായത് ഈ രുരീത് വിധാനത്തിൽപ്പെട്ട ശ്രീവിദ്യാസമ്പ്രദായത്തിൽപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം അങ്ങനെ ഒരു ഭൈരവനുണ്ടാവും. ഇവിടെ ഇത് വടുക ഭൈരവനാണ് ശരിക്കത്, ബാലഭൈരവൻ. അതാണ് നമ്മുടെ കൊടുങ്ങല്ലൂർത്തെ ക്ഷേത്രപാലകൻ. അതിപ്പോൾ ഈ കേരളത്തിൽ നേരത്തെ പറഞ്ഞ 12 കാവുകളിലൊന്നും ഇല്ലാത്ത ഒരു പ്രതിഷ്ഠ തന്നെയാണത്. ബാക്കിയെല്ലാ പല സ്ഥലങ്ങളിലും ആ ഒരു ബലിക്കല്ല് പോലെ ഒരു കല്ല് മാത്രമേ ഉണ്ടാവാറുള്ളൂ. പക്ഷെ ഇവിടെയാണ് ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ആ ഒരു പ്രതിഷ്ഠ എന്നുള്ളത്. അപ്പം ഇവിടെ പ്രദക്ഷിണം വയ്ക്കുക എന്നുള്ളതാണ്. ഒരു 9 പ്രദക്ഷിണം വയ്ക്കുക, നാളികേരം പുറത്ത് കിറിഞ്ഞ് ഉടയ്ക്കുക എന്നുള്ളതൊക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു 9 പ്രദക്ഷിണമാണ്. 9 പ്രദക്ഷിണം. ഇനി നമ്മൾ അമ്മയ്ക്ക് പ്രിയപ്പെട്ട വഴിപാടുകൾ എന്തൊക്കെയാണ്? അമ്മയ്ക്ക് പ്രിയപ്പെട്ട വഴിപാട് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് പുഷ്പാഞ്ജലി തന്നെയാണ്. അത് ബാലാമന്ത്രം കൊണ്ടും ശ്രീവിദ്യാമന്ത്രവും ലളിതാ സഹസ്രനാമം കൊണ്ടും ത്രിശതി കൊണ്ടും ശ്രീസൂക്തം കൊണ്ടൊക്കെയുള്ള പുഷ്പാഞ്ജലിയാണ് പ്രധാനമായിട്ടുള്ള വഴിപാട്. പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാട് എന്ന് പറഞ്ഞാൽ ഒന്ന് തണ്ണീരാമൃതം, അപ്പം വഴിപാട് അത്താഴപൂജയ്ക്ക്. അത് എത്ര അപ്പം ഉണ്ടെങ്കിലും ചെറിയ ശ്രീകോവിലിനകത്ത് വെച്ച് നിവേദിക്കണം എന്നുള്ളതാണ്. പിന്നെ മറ്റുള്ള പ്രധാനപ്പെട്ട വഴിപാട് കഴിഞ്ഞാൽ ഒന്ന് പിന്നെ ഈ പന്തീരാഴി നിവേദ്യം, അതുകൂടാതെ ചതുശതം എന്ന് പറയുമ്പോൾ 101 നാഴി അരിയുടെ പായസമാണ് ഉദ്ദേശിക്കുന്നത്. 101 നാഴി അരി, 101 കദളിപ്പഴം,
101 നാളികേരത്തിൻ്റെ പിഴിഞ്ഞ പാല്, 101 കലം ശർക്കര, 101 തവി നെയ്യ്, ഇത്രയും കൂടിയിട്ടുള്ളതാണ് ചതുശതം എന്ന് പറയുന്നത്. അതും ദേവിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു വഴിപാടാണത്. അഭീഷ്ടസിദ്ധിക്കായിട്ടാണ് ആളുകൾ അത് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കറിയാം വളരെ മനോഹരവും ആകർഷകവുമായ ഒരുപാട് ചടങ്ങുകളുണ്ട് കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ച്. അതിൽ എനിക്ക് തോന്നുന്നു പ്രധാനപ്പെട്ട ഒന്നാണ് താലപ്പൊലി മഹോത്സവം. എന്താണ് ഈ താലപ്പൊലി മഹോത്സവത്തിന്റെ ഒരു ഐതിഹ്യം എന്താണ്? പിന്നെ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആചാരങ്ങൾ എന്തൊക്കെയാണ്? അത് ഉത്രായണം പറക്കുന്നതാണ് മകരം 1 തൊട്ട്. അതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എന്താ പറയുക ആഘോഷമാണ് വരുന്നത്. ഉത്തരായണം മകരം 1, 2, 3, 4. അപ്പോൾ ഉത്തരായണം പറക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതാണ്. അപ്പോൾ അതിൻ്റെ ഒരു 3 ദിവസം മുമ്പായിട്ട് ഇവിടെ സംഘക്കളി എന്നൊക്കെ പറഞ്ഞൊരു പ്രധാനമായിട്ടുള്ള ഒരു വഴിപാടുകളൊക്കെ ഉണ്ട്. ഒരു അനുഷ്ഠാന കല. അതായത് 4 ജില്ലക്കാർക്ക് ആണ് അതിൻ്റെ ഇവരെ ചാത്തിരി നമ്പൂതിരിമാരെന്ന് പറയും. അപ്പം അവർ ആ സമയത്ത് ആ 4 ദിവസം മുമ്പ് വന്ന് അതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം അതിലവർ വാള് പരിചയമൊക്കെ ആയിട്ടുള്ള അവർ ചില ഇതൊക്കെയുണ്ട്, അഭ്യാസ കാഴ്ചകളൊക്കെ. അത് യഥാർത്ഥത്തിൽ പരശുരാമൻ മുമ്പ് നമ്പൂതിരിമാർക്ക് ചില ഇല്ലക്കാർക്ക് ചില ആയുധാഭ്യാസം പകർന്നു കൊടുത്തിട്ടുണ്ട്. അതായത് ക്ഷേത്രങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും കാലത്ത് ക്ഷേത്ര ധ്വംസനം വരുമ്പോൾ അപ്പോൾ ആയുധം ഏന്തി അതിനെ നേരിടുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് അത് പറഞ്ഞു കൊടുത്തുള്ളത്. അപ്പം അതിൻ്റെ ആ ഒരു സിംബോളിക്കായിട്ട് ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ അത് പിന്നീട് സംഘക്കളി പല ചില ഇല്ലങ്ങളിലൊക്കെയും ചില പ്രധാനപ്പെട്ട ചില എന്താ പറയുക ചടങ്ങ് വിശേഷങ്ങൾക്ക് വേളി, അതുമാതിരി ഈ ശതാഭിഷേകം ഇതുപോലുള്ള സമയത്തൊക്കെ അതിങ്ങനെ ഒരു തമാശ രൂപേണയ്ക്ക് എങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട്. ചില സിനിമകളിലൊക്കെ അത് അവതരിപ്പിച്ചിട്ടുണ്ട്, ജഗതി ഒക്കെ ആയിട്ട് അങ്ങനെയുള്ളത്. അതിൽ കണ്ട ഒരു പൊട്ടംകളി പോലെ തോന്നും. പക്ഷെ അത് പൊട്ടംകളിയല്ല. അത് യഥാർത്ഥത്തിൽ ഈ ക്ഷേത്ര സംരക്ഷണത്തിനായതുകൊണ്ട് ആയുധവിദ്യ പകർന്നു കൊടുത്തിട്ടുള്ളതാണ് പരശുരാമൻ. അങ്ങനെയാണത്. അപ്പൊ അതിനെ അതിൻ്റെതായ തനിമയോടുകൂടി അവതരിപ്പിക്കുക എന്നുള്ളതും അതിന്റെ വേളയിൽ അവതരിപ്പിക്കുക എന്നുള്ളതുണ്ട്. അതെ അതെ. ഈ താലപ്പൊലി മഹോത്സവത്തിന് ഇപ്പൊ ഒരുപാട് വർഷങ്ങളായിട്ട് കൊടുങ്ങല്ലൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മഹോത്സവമാണ്. അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? അതോ പഴയ അതേ തനിമയോട് കൂടിയിട്ട് തന്നെയാണോ ഇന്നത്തെ കാലത്തും അത് നടന്നുകൊണ്ടിരിക്കുന്നത്? കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും വന്ന താലപ്പൊലിക്കില്ല. ഞാൻ പോന്നിട്ട് 37 വർഷമായി, എനിക്കൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ രാവിലും പകലും രാത്രിയും 9 ആനകളെ വെച്ച് എഴുന്നള്ളിച്ചുള്ള ഉത്സവം തന്നെയുണ്ട്, മേളങ്ങളോടൊക്കെ കൂടിയിട്ട്. അപ്പോൾ അതിൻ്റെ തുടക്കം അതല്ലെങ്കിൽ എഴുന്നള്ളിപ്പ് ആരംഭിക്കുന്നത് തെക്ക് ഭാഗത്തുള്ള ആ ഒരു ക്ഷേത്രത്തിൻ്റെ അവിടെ വെച്ചിട്ടാണ്. അതായത് പൊതുവേ കുറച്ച് പേര് ഇവിടെ കണ്ണകി സങ്കല്പമായിട്ടൊക്കെ പറയുന്ന ആ ഒരു ഇതൊക്കെയുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ കണ്ണകിയായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ആ ഒരു ഐതിഹ്യം പറയുന്നത് മധുരാനഗരം ചുട്ടരിച്ചതിന് ശേഷം കണ്ണകി ചെലമ്പ് വലിച്ചെറിഞ്ഞു നിന്നും ആ ചെലമ്പ് വന്ന് വീണത് അതിൻ്റെ തെക്ക് ഭാഗത്തുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ഒരു 300 മീറ്റർ അപ്പുറത്ത് വന്ന് വീണു എന്നുള്ളത്. അന്നത്തെ രാജാവായിട്ടുള്ള ചേരൻ ചെങ്കുട്ടവന് സ്വപ്ന ദർശനം ഉണ്ടായി, അവിടെ ദേവി ചൈതന്യം ഉണ്ടപ്പോൾ പ്രതിഷ്ഠ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ചേരൻ ചെങ്കുട്ടവൻ ഹിമാലയത്തിൽ നിന്ന് അഞ്ചനശിൽ കൊണ്ടുവന്ന് അവിടെ കണ്ണകിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചു എന്നുള്ളതൊക്കെയാണ്. അപ്പം അതിനുശേഷം ഒരു ഏകദേശം ഒരു 850 വർഷം മുമ്പായിട്ടാണ് ക്ഷേത്രം ഒരു നവീകരണം നടന്നിട്ടുള്ളത്. ആ നവീകരണം നടന്ന സമയത്ത് മാതൃശാലയുടെ ഭിത്തികളും അല്ലെങ്കിൽ ഇതൊക്കെ ക്രമീകരിക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതോടനുബന്ധിച്ച് തന്നെ ഈ ഇവിടുത്തെ ദേവി ചൈതന്യത്തിനെ ആവാഹിച്ച് ഈ കൊടുങ്ങല്ലൂർ അമ്മയിൽ ലയിപ്പിച്ചു എന്നുള്ളതാണ്. അതുമാത്രമാണ് കണ്ണകിയായിട്ടുള്ള ഇത് പറയുന്നത്. അല്ലാണ്ട് യഥാർത്ഥത്തിൽ കണ്ണകിയുടെ ക്ഷേത്രം എന്ന് പറയുന്നത് ഇടുക്കിക്കടുത്തുള്ള കുമളിയിലെ മംഗളാദേവി ക്ഷേത്രമാണ്. അത് വർഷത്തിലൊരിക്കൽ അവിടെ നട തുറക്കുള്ളൂ. അത് മേടമാസത്തിലെ പൗർണമി, ചിത്ര പൗർണമിക്ക് ഒരു ദിവസം മാത്രം. അതാണ് കണ്ണകിയുടെ യഥാർത്ഥത്തിലുള്ള ക്ഷേത്രം. അല്ലാണ്ട് ഇത് കണ്ണകിയുടെ ക്ഷേത്രം അല്ല. ഇപ്പൊ ഇവിടെ നമ്മള് ക്ഷേത്രത്തിലേക്ക് വരുമ്പോ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് പേര് വാളും ചിലമ്പും സമർപ്പിക്കുന്ന ഒരു ആചാരം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു വഴിപാട് നടത്തുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ആ വഴിപാട് നടത്തുന്നത്? അത് എന്തിനു വേണ്ടിയിട്ടാണ് സങ്കല്പം അവരോട് തന്നെ ചോദിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഈ വാളും ചെലമ്പിൻ്റെ വഴിപാടുകൾ അധികം കാലമായിട്ടില്ലേ വന്നിട്ട്. മുമ്പൊക്കെ ഞാൻ കേട്ടിരിക്കുന്നത് ഭരണിക്ക് അതോടനുബന്ധിച്ചുള്ള കോഴിക്കല്ല് മൂടൽ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് വാളുകൾ ശ്രീകോവിലേക്ക് പ്രവേശിപ്പിക്കൂ അല്ലെങ്കിൽ അമ്പലത്തിനകത്തേക്ക് കൊണ്ടുവരൂ, കടത്താൻ പാടൂ എന്നുള്ളതൊക്കെയാണ്. കാരണം പല സ്ഥലങ്ങളിലും ഈ വാൾ വെച്ച് ആരാധിക്കുന്നവരൊക്കെ പൂജിച്ചു കൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു.
ആ. അപ്പം അത് കോഴിക്കല്ല് മൂടിയതിന് ശേഷം മാത്രമാണ് ഈ വാള് അമ്പലത്തിനകത്തേക്ക് കയറ്റുള്ളൂ. ഇതൊക്കെ ഇപ്പം അടുത്ത കാലത്ത് വന്നിട്ടുള്ള ആചാരങ്ങളാണ്. ഈ കർക്കിടക മാസത്തില് ദേവീ ദർശനവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? പ്രത്യേകതകളൊന്ന്, മേടമാസത്തിലെ കാർത്തികയ്ക്ക് ഇവിടെ ചാന്താഭിഷേകം. ആ. അതായത് അത് ദാരുമ്പാടെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഓ. അപ്പൊ ആ ദാരുമ്പത്തിന്റെ സംരക്ഷണത്തിനായിട്ട് തേക്കിന്റെ എണ്ണ, ഉം. അത് പലതരത്തിലുള്ള കസ്തൂരി ഗോരോചനം തുടങ്ങിയിട്ട് സുഗന്ധദ്രവ്യങ്ങളും മറ്റ് ആയുർവേദ മൂലികകളും ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ആ ഒരു മിശ്രിതം, അത് പ്രത്യേകമായിട്ട് കലശക്കായിട്ട് പൂജിച്ച് ആ കലശം അവിടെ അഭിഷേകം ചെയ്യുന്നതാണ് ഉം. ദേവിക്ക്. അപ്പൊ അതാ വിഗ്രഹത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. ആ. അപ്പൊ അതിനുശേഷം പിന്നെ കർക്കടകം 1-നാണ് തിരുവാഭരണമൊക്കെ ചാർത്തിയിട്ട് വീണ്ടും ഭക്തജനങ്ങൾ ദർശനം കൊടുക്കുന്നതുകൊണ്ടാണ് അന്ന് പിന്നെ പൊതുവെ പണ്ടൊക്കെ ഒരു കർക്കിടം ഒരു ദുർഘട മാസമൊക്കെ ആയിട്ട് കണക്കാക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ കർക്കിടക മാസത്തിൽ കൂടുതൽ നാമജപവും ദേവി ക്ഷേത്ര ദർശനമൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു കാലമാണല്ലോ നിലനിന്നിരുന്നത്. അതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ്. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ, ഉത്തരായനം കഴിഞ്ഞ് ദക്ഷിണായനം ആരംഭിക്കുകയാണ് കർക്കിടകം തൊട്ടിട്ട്.